എന്താ ഇപ്പൊ ചെയ്യുക? അവന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി, എന്റെ ശക്തി പ്രയോഗിക്കാമായിരുന്നു. തൃശൂർ, നീ ഇപ്പൊ പെട്ടു. നിനക്കിനി രക്ഷപ്പെടാനാവില്ല. തൃശൂർ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ നിന്റെ അടുത്തുള്ളിടത്തോളം നിന്റെ ഗതി ഇതായിരിക്കുമെന്ന്. സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇന്ന് അമാവാസിയാണ്. ഇനി അല്പനേരത്തിനുള്ളിൽ അത് കഴിയും. ഗുരുദേവൻ പറഞ്ഞതുപോലെ 3 അമാവാസിയിൽ 1 അമാവാസി കഴിയാൻ പോകുന്നു. ഈ സമയത്ത് മഹാദേവന് പൂജ ചെയ്ത് നാഗമാണിക്യത്തെ പറ്റി ചോദിക്കണം. മണി 11 ആയല്ലോ. ആദ്യം ആ പണി തീർക്കണം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും നടക്കാതിരിക്കരുത്. ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. ആ ജോലി കഴിയുന്നത് വരെ ഈ മൂങ്ങ എന്റെ കൂടെ വേണം. ഇവൾ ഉണരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എനിക്ക് പോകണം. ഇവൾക്കൊരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഇന്ന് അമാവാസിയാ. എല്ലാ അമാവാസി നാളിലും നാഗമാണിക്യം നോക്കാൻ മുതലാളി വരുമായിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിലും ഞാനത് മുടക്കാൻ പാടില്ല. അദ്ദേഹം ഇല്ലെങ്കിൽ ഇപ്പോഴെന്താ, അദ്ദേഹത്തിന്റെ സ്നേഹവും വിശ്വാസവും ഒക്കെ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. മഹാദേവ, ആദ്യത്തെ അമാവാസി കഴിയാൻ പോകുന്നു. ഇനി എത്ര ദിവസത്തേക്കാണ് എനിക്ക് കഷ്ടപ്പാട്? ഇതിൽ നിന്നൊരു മുക്തി എനിക്ക് എന്താ കിട്ടുക? ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നാഗലോകത്തെ ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്നെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഒരു ശക്തിയുമില്ല. എന്നെ കൊണ്ടിപ്പോ ഒരു കാര്യവും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നില്ല. ആ വീട്ടിലേക്ക് പോകുവാൻ നീ എന്നോട് പറഞ്ഞു. എന്തെന്നാൽ നാഗമാണിക്യത്തിന്റെ കാര്യവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. വരുന്ന കഷ്ടങ്ങൾ നീ നേരിടണമെന്നും പറഞ്ഞു. എന്നാലിപ്പോ എന്നിലാ കഷ്ടപ്പാടുകൾ നേരിടുവാനുള്ള യാതൊരു ശക്തികളും ഇല്ലെന്ന് തോന്നുന്നു. നാഗമാണിക്യം എവിടെയാണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ തിരിച്ചെടുക്കണമെന്നും എനിക്കറിയില്ല. എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പൊ ഇല്ല. നാഗലോകത്തെ ഒരുമിച്ച് രക്ഷിക്കാമെന്ന് പറഞ്ഞ ആരും തന്നെ ഇല്ല. ആരും തന്നെ ഇല്ല. എന്റെ പ്രണയം പോലും എനിക്ക് ലഭിച്ചില്ല. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടിലും
എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇപ്പോ എനിക്ക് നാഗമാണിക്യവും നഷ്ടപ്പെടുമോ? ഇല്ല, ഒരു കാരണവശാലും നാഗമാണിക്യം നഷ്ടപ്പെടുത്തുകയില്ല. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും കൊണ്ടുപോകും. നാഗമാണിക്യമേ, എല്ലാ അമാവാസി ദിവസവും എന്റെ യജമാനൻ ഇവിടെ വന്ന് നിന്നെ പൂജിക്കാറുണ്ട്. അദ്ദേഹം എന്തുദ്ദേശത്തിലാണോ നിന്നെ പൂജിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്നത്തെ ദിവസം ആ പൂജ ഞാൻ ചെയ്യുകയാണ്. നീ അത് സ്വീകരിച്ചാലും. മഹാദേവ, നിന്നോടൊരു കാര്യം എനിക്ക് പറഞ്ഞേ മതിയാവൂ. ഞാനും തൃശൂലും തമ്മിലുള്ള ദാമ്പത്യം തുടങ്ങിയതേയില്ല. എന്നാൽ വീട്ടുകാരെല്ലാം ഞങ്ങൾ രണ്ടുപേരും ദാമ്പത്യം തുടങ്ങിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അത് കള്ളമാണ് മഹാദേവ. ആദിശേഷനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവന്റെ കൂടെ ഗാന്ധർവ വിവാഹം കഴിഞ്ഞ് ഇപ്പൊ വേറൊരുത്തിന്റെ കൂടെ ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞ അതെന്നെ കൊണ്ട് സാധ്യമല്ല. ഇല്ല. അതിനാലാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അതിന് യാതൊരു തടസ്സവും ഇല്ലാതെ നീ തന്നെ കാക്കണേ മഹാദേവ. അതുപോലെ നാഗമാണിക്യത്തെക്കുറിച്ചുള്ള സൂചനയും നീ തന്നെ തരണം. ഇരുപത്തിമൂന്ന് വർഷങ്ങൾ എന്റെ മുതലാളി ഈ നാഗമാണിക്യം സൂക്ഷിച്ചു വന്നു. അദ്ദേഹം വരുന്നതുവരെ ഞാൻ ആ കർത്തവ്യം ഏറ്റെടുക്കുകയാണ്. ഞാൻ കാത്തുകൊള്ളാം. അതിനുള്ള ശക്തി എനിക്ക് തന്നാൽ. അയ്യോ അയ്യോ ദൈവമേ, വീണ്ടും ഞാൻ ഇന്നലെ രാത്രി മിനിഞ്ഞാന്നും രാത്രി വീണ്ടും ഞാൻ ഉറങ്ങിപ്പോയല്ലോ. എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഇന്നലെ രാത്രി എനിക്ക് എങ്ങനെ ഉറക്കം വന്ന്? ശിവാനി ഒരു കാരണവശാലും നോക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു. നോക്കിയിട്ടുമില്ല, പിന്നെ അങ്ങനെ ഉറക്കം വന്നേ. എനിക്കെന്തോ ശിവാനി തന്നെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഇന്നെന്റെ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവൂ. ഇന്ന് ശിവാനിയോട് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ എന്തോരം കളിപ്പിക്കുന്നൊന്ന് കാണുമല്ലോ. രണ്ടിലൊന്നും അറിയാതെ ഞാൻ പിന്മാറില്ല. ഇവളീ അതിരാവിലെ തന്നെ ഇവിടെ പോയതായിരിക്കും. എവിടെ പോയി എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. ആദ്യം അവളോടൊന്ന് സംസാരിക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കണം. മായങ്കിന് നീ എന്തിനാ എന്നെ തടയുന്നേ? ഞാൻ ശിവാനിയോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ശിവാനിയോട് സംസാരിക്കാൻ എന്താണുള്ളത്? എനിക്ക് അവളോട് ചോദിക്കണം. അവൾ എന്നെ സ്നേഹിച്ചിട്ട് അവന്റെ കൂടെ ജീവിക്കാൻ എങ്ങനെ മനസ്സ് വന്നുവെന്ന്.
എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ അവള്? ഇപ്പൊ തന്നെ അവനെ വിട്ടിട്ട് എന്റെ കൂടെ ജീവിക്കാൻ പറയും ഞാൻ അവളോട്. ഇതുകൊണ്ടാണ് നിനക്ക് ബുദ്ധി കുറവാണെന്ന് പറയുന്നത്. നീ ഇനി വെക്കേണ്ട ഓരോ ചുവടും വളരെ മുഖ്യമാണ്. അല്പം ഒന്ന് തെറ്റിയാൽ നിന്റെ ജീവൻ വരെ നഷ്ടത്തിലാണ്. ശിവാനിയോട് ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ഒറ്റയടിക്ക് അവളോട് ദേഷ്യപ്പെട്ടു പോയി ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടമാവില്ല. എല്ലാ കാര്യത്തിലും എന്നെ ഇങ്ങനെ തടയാൻ വരണ്ട. ത്രിവിക്രം പറയുന്നത് മനസ്സിലാക്ക്. പെണ്ണുങ്ങളുടെ മനസ്സ് വളരെ സോഫ്റ്റ് ആണ്. അവർക്കൊരു തവണ വെറുപ്പ് തോന്നിയാൽ പിന്നെ അത് മാറ്റാൻ പാടാണ്. ശിവാനി എന്നെ പ്രണയിച്ചവളാണ്. അവക്ക് എന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ത്രിവിക്രം, അവള് നിന്നെ പ്രണയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ കഴുത്തിൽ തൃശൂല് കെട്ടിയ താലിയുണ്ട്. ഇതിനിടയിൽ നീ അവളോട് പോയി ദേഷ്യപ്പെടുകയാണെങ്കിൽ അവൾ നിന്നിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകും. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യൂ. ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം തെറ്റാണെന്നാണല്ലോ നീ പറയുന്നേ. ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ജീവിതം നശിപ്പിച്ച്. ഛേ, അതെ അതെ അമ്മ അമ്മ ശിവാനി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? എടാ, എന്റെ ഇവിടുത്തെ പണി അതാണെന്നാണ് എന്റെ വിചാരം. ഓടാ. അയ്യോ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ശിവാനിയെ കാണുന്നില്ല. രാത്രി എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ല. ഇപ്പൊ ഇവളെയും കാണുന്നില്ല. ആന്റി ആന്റി, ശിവാനി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ആന്റിയോട് ചോദിക്കുന്ന ശിവാനി എവിടെയെങ്കിലും കണ്ടായിരുന്നോന്ന്. ഇല്ല എന്ന് പറഞ്ഞില്ലേ? നോക്ക്, ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുക. വെറുതെ നീ അതിന്റെ ഇടയ്ക്ക് കയറി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. എന്റെ ലൈഫ് പാടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഓൺലൈൻ ഷോപ്പിംഗ്. അതെ അതെ, നിക്ക് നിക്ക്. ശിവാനി എവിടെയെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ പറയുക. എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ട. പ്ലീസ് ഒന്ന് പറയുന്നേ. അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. അല്ല ആന്റി, അയ്യോ, അല്ല അവള് ഇവിടെ കാണുന്നില്ലെന്ന് പറയുമ്പോ രാത്രി എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അവളെ കണ്ടു കഴിഞ്ഞാ ഞാനെല്ലാം മറന്നു പോവാ. ഇനി എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതെങ്ങനെയും അറിഞ്ഞേ പറ്റും. വീണമോളെ, വീണമോളെ, സുഖമാണോ? ബ്രോ, ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. വെറുതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്നാലും സാരമില്ല, ഞാൻ കുറച്ചു നേരം ഡിസ്റ്റർബ് ചെയ്യും. കേട്ടോണേ. നിന്റെ നാത്തൂനെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. അതല്ല വീണമോളെ. ബ്രോ പ്ലീസ്. ശിവാനി, നീ ഇത് എവിടെ പോയതാ? എത്ര നേരമായി തേടുന്നു. നീ എന്തിനാ എന്നെ തേടുന്നത്? റൂമിലേക്ക് വാ. അത് തന്നെ സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ വരില്ല. ശിവാനി, നീ വരുന്നുണ്ടോ ഇല്ലയോ? വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. വാ. ഹേയ് തൃശൂർ, എന്താടാ, എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യ. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓ, വാ ശിവാനി. നിക്കടാ, നിക്കാനല്ല പറഞ്ഞ. എനിക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? എന്റെയും കല്യാണം കഴിഞ്ഞതാടാ മോനെ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വാ ശിവാനി. വരാൻ. തനീഷ, നീ കണ്ടില്ലേ? അവൻ പറഞ്ഞു പോണ കേട്ടില്ലേ? അവനെങ്കിലും അത് മനസ്സിലായല്ലോ. ഓ, നീയും അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാണോ? വീണ്ടും വീണ്ടും ഒരേ കാര്യം ചോദിച്ചിട്ട് വീണയുടെ മുമ്പിൽ കുറവാൻ നിൽക്കണ്ട. വെറുതെ മിണ്ടാതിരുന്നു. തൃശൂർ, കൈവിട്. എന്താ വേണ്ടത് നിനക്ക്? അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാ? അത് വീണയുടെ മുറിയിലേക്ക്. എന്ത് വിചാരിക്കും അവരെല്ലാം? ആരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ? എന്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനി, ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാ, എന്റെ റൂമിന്റെ വാസ്തു അത്ര ശരിയല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയാ അപ്പൊ എനിക്ക് ഉറക്കം വരും. എന്ന് വെച്ചാ? എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം ശിവാനി. ഇപ്പൊ തന്നെ സംസാരിക്കണോ? രാത്രി സംസാരിച്ച പോരെ? അയ്യോ, ഇല്ലില്ല. ഞാനും രാത്രി നമ്മൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എനിക്ക് നിന്റെ അടുത്ത് ഈ പകല് തന്നെ സംസാരിക്കണം. എന്താ നിനക്ക് പറയാനുള്ളേ? ശിവാനി, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യരാത്രി ഇല്ലേ, അന്ന് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ദിവസം രാവിലെ നിന്നോട് ചോദിക്കുമ്പോ നീ ആണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അതുകൊണ്ട് അതറിയാൻ വേണ്ടി രണ്ടാമത്തെ രാത്രി ഞാൻ അതേ സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ രണ്ടാമത്തെ രാത്രിയും അങ്ങനെ, അത് മാത്രമല്ല 3ാമത്തെ രാത്രിയും അങ്ങനെ തന്നെ. പിന്നെയെങ്കിലും എനിക്ക് ഈ സത്യം എന്താണെന്ന് അറിയണം ശിവാനി. പറയ്, കഴിഞ്ഞ 3 രാത്രികളായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിനക്കെന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശിവാനി, ഞാൻ ഉറങ്ങി പോകുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ.
പക്ഷെ നീ ഉണർന്നിരിക്കല്ലേ, അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാൻ പറ്റുമല്ലോ. എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പോവാ. ഏയ് ശിവാനി, ശിവാനി, ഞാൻ ഒരു കാരണവശാലും നിന്നെ പോവാൻ അനുവദിക്കില്ല. എനിക്ക് ഇതിനോട് ഉത്തരം കിട്ടിയേ പറ്റൂ. തൃശൂൽ, ശിവാനി, നീ ദേഷ്യപ്പെട്ടാലും ശരി, നീ റിക്വസ്റ്റ് ചെയ്താലും ശരി, ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല, വിടില്ല, വിടില്ല. ഇത്രയും നാൾ ഇവനെ രാത്രി മാത്രം ഉറക്കി കിടത്തിയാൽ മതിയായിരുന്നു. എന്നാൽ അത് ഇന്ന് പകലും ചെയ്യേണ്ടി വരികയാണല്ലോ. എന്താ ശിവാനി ഒന്നും മിണ്ടാതിരിക്കുന്നെ? തിരിഞ്ഞു നിന്ന് സംസാരിക്ക തൃശൂൽ. ഇല്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചോളാം. നീ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാനും സംസാരിക്കില്ല. ശിവാനി പ്ലീസ്. നിനക്ക് എത്ര വാശിയുണ്ടോ അത്ര തന്നെ വാശി എനിക്കുണ്ട്. ഞാൻ മറുപടി തരില്ല, അത്ര തന്നെ. ഇവളങ്ങനെ പറയുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നിന്റെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാം. ശരി, പറ. ഇതെന്തിനാ? എന്തിനാണെന്ന് വെച്ചാ നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് എനിക്ക് ഉറക്കം വരും. അതുകൊണ്ട് നമ്മൾ കണ്ണിൽ കണ്ണിൽ നോക്കി കാര്യം പറയണ്ട, ഇങ്ങനെ സംസാരിക്കാലോ. എന്താ ശിവാനി, സമ്മതമല്ലേ? എന്താ അറിയണ്ടെന്ന് വെച്ചാ ചോദിക്ക്. എനിക്ക് ഒരു കാര്യം അറിയണം. നമ്മൾ തമ്മിലുള്ള ദാമ്പത്യം തുടങ്ങിയോ? നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമുണ്ടോ? നിനക്ക് എന്തു തോന്നുന്നു? അങ്ങനെ ചോദിക്കാൻ നിൽക്കല്ലേ. സംഭവിച്ചത് എന്താണെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ ഞാൻ. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അത് പറഞ്ഞു തരേണ്ടത് നീയാ. ആ കാര്യത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ? എന്താണ് ശിവാനി, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടല്ലേ ചോദിക്കുന്നേ? നീ കരുതി വെച്ചിരിക്കുന്നത് പോലെ ഞാൻ മോശം വ്യക്തിയൊന്നുമല്ല. നിന്നെ കല്യാണം കഴിച്ചത് അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടുമല്ല ശിവാനി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്വാമിജി അന്ന് അവിടെ വെച്ച് ചടങ്ങിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കണ്ടായിരുന്നില്ലേ? പക്ഷെ ഞാൻ സമ്മതിച്ചില്ലല്ലോ. ഞാനിപ്പോ നിന്റെ കൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ വന്നത്, അല്ലാതെ ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കരുതിയത് നീ സമ്മതിക്കില്ലാന്ന് തന്നെയാ. പക്ഷെ നീ വീട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് സമ്മതിച്ചു കഴിഞ്ഞു. നിനക്ക് എന്റെ അടുത്ത് പ്രണയം തുടങ്ങിയോ? തൃശൂർ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിനക്ക് വേണ്ടിയല്ലെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. നിനക്കിഷ്ടമല്ലാതെ നിന്റെ കൂടെ ചേരാൻ എനിക്കും ഇഷ്ടമില്ല ശിവാനി. നോക്ക്, നിനക്കെന്നോട് പ്രണയം തോന്നി തുടങ്ങിയെന്ന് കരുതിയിട്ടാ ആദ്യരാത്രി ചടങ്ങിനൊക്കെ ഞാൻ സമ്മതിച്ചതുപോലും. പക്ഷെ നിനക്കെന്നോട് പ്രണയം തോന്നിയിട്ടേയില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമാ നമ്മൾ ഭാര്യയും ഭർത്താവും. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. ഏട്ടാ, എപ്പോഴെത്തിയത്? അതിന് ഞാനവിടെ പോയി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കള്ളം പറയരുത്. നിങ്ങൾ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ല. രാത്രി എവിടെയാ പോയത്? രാത്രിയിലോ? രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോ നിങ്ങൾ മുറിയിലുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഞാൻ നോക്കിയതാ നിങ്ങളെ.